സ്ട്രേഞ്ചർ തിങ്സ് അവസാനിച്ചു എന്ന് വെച്ച് ആരും വിഷമിക്കണ്ട. വെക്ന ചത്താൽ പകരം ചോദിക്കാൻ വെക്നയുടെ ഏട്ടം വരും. ഇത് സ്ട്രേഞ്ചർ തിങ്സിന്റെ അടർന്നുപോയ ഒരു ഏട്, ദൊയ്ത്തോ തിങ്സ്. ഈ കഥ നടക്കുന്നത് വെസ്റ്റ് ബംഗാളിലെ ചാന്ദർപൂർ എന്ന ഒരു പട്ടിക്കാട്ടിലാണ്. ഇവിടെയുള്ള ആൾക്കാരൊക്കെ പൊട്ടന്മാരാണ്. ഈ ഗ്രാമത്തിൽ ഒരു ആചാരമുണ്ട്. ഇവിടെ പെൺകുട്ടികളൊക്കെ ജനിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ കൊണ്ടുപോയി ബലി കൊടുക്കും. എന്താന്ന് വെച്ചാ ബലി കൊടുത്തില്ലെങ്കിൽ ദൊയ്ത്തോ എന്ന മോൺസ്റ്റർ അവരെ കൊണ്ടുപോകും. അതുകൊണ്ട് പെൺകുട്ടികളെ ദൊയ്ത്തോ കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടി ഇവിടെ ഉള്ളവർ തന്നെ പെൺകുട്ടികൾ ജനിച്ച ഉടനെ വാളുകൊണ്ട് വെട്ടി കൊല്ലാണ്. ഈ ചേച്ചിയാണ് കാലാകാലങ്ങളായി ഇവിടെ ജനിച്ചു വീഴുന്ന പെൺകുട്ടികളെ വെട്ടിക്കൊല്ലുന്നത്. എന്താ നിനക്ക് തുടങ്ങാൻ ഉദ്ദേശമുണ്ടോ? ഇതാണ് നമ്മുടെ കഥയിലെ നായിക അംബിക ഓർ അംബി. ഇത് പിന്നെ അറിയാലോ, ഇങ്ങനത്തെ പടത്തിലൊക്കെ ഉണ്ടാവുമല്ലോ ഒരു വാഴപ്പിണ്ടി. ഈ കഥയില് അത് ഇയാളാണ്. ഇയാളുടെ പേര് ശുവങ്കർ അഥവാ ഷു ചാന്ദർപൂരിലെ ഒരു പൗരനാണ്. ചാന്ദർപൂരിലെ പൊട്ടന്മാരുടെ ഇടയിൽ ജീവിച്ചു കഴിഞ്ഞാൽ താനും ഒരു മരപ്പൊട്ടനാവും എന്ന് മനസ്സിലായതുകൊണ്ട് അന്ന് രാത്രി അമ്മാവന്റെ പെട്ടിലെ കാശടിച്ച് ഞാൻ സ്ഥലം വിട്ടു. ഈ ഷൂവിന്റെ ഭാര്യയാണ് അംബി. ഇവർക്കൊരു മകളുണ്ട്, ശ്വേത കാണുമ്പോ അത്ര ചെറിയ കുട്ടിയൊന്നും അല്ല. പക്ഷെ ഒരു ചെറിയ കുട്ടിയെ പോലെ തോന്നിപ്പിക്കാൻ വേണ്ടി ശ്വേത ഇടയ്ക്കിടയ്ക്ക് കുറെ ക്യൂട്ട്നെസ് വാരി എറിയുന്നുണ്ട്. आप फिर से टॉपिक घुमा रहे हो. आपको पता है मैं कहाँ जाना चाहती हूँ. I just don't understand. അങ്ങനെ ഇരിക്കുമ്പോ പെട്ടെന്ന് ഷൂവിന്റെ അച്ഛൻ മരിച്ചു പോവാണ്. അങ്ങനെ ഷൂ ചാന്ദർപൂരിലേക്ക് തിരിച്ചു പോവുകയാണ്. അച്ഛനോടുള്ള സ്നേഹം കൊണ്ടൊന്നല്ലാട്ടോ. അച്ഛന്റെ പേരിൽ നാട്ടിലൊരു ബംഗ്ലാവ് ഉണ്ട്. അത് പെട്ടെന്ന് എങ്ങനെങ്കിലും വിറ്റ് കാശാക്കണം. ഇതാണ് ഗ്രാമമുഖ്യൻ. അങ്ങനെ ഈ ഗ്രാമമുഖ്യനെ ബംഗ്ലാവ് വിൽക്കാൻ ഏൽപ്പിച്ചിട്ട് അന്ന് രാത്രി തന്നെ ഷൂ തിരിച്ചു വരാനായി പ്ലാൻ ഇട്ടു. ഷൂവിനൊരു പെൺകുട്ടിയാണെന്ന് ഈ ഗ്രാമത്തിലുള്ള ആർക്കും അറിയില്ല. അറിഞ്ഞു കഴിഞ്ഞാൽ അവര് അവളെ ഒറ്റ വെട്ടിന് 2 കഷ്ണാക്കും. അങ്ങനെ ഷൂ തിരിച്ചു വന്നുകൊണ്ടിരിക്കുമ്പോ അംബി അയാൾക്ക് തന്റെ മകള് വരച്ച ഒരു ഫോട്ടോ അയച്ചു കൊടുക്കുകയാണ്. ഒരു മരത്തിന്റെ ഫോട്ടോ. ആ മരം ഈ ഗ്രാമത്തിലുള്ള ദൊയ്ത്തോ എന്ന മോൺസ്റ്ററിന്റെ മരാണ്. ഗ്രാമത്തിലുള്ള ഈ മരം അതെങ്ങനെയാണ് സിറ്റിയിലുള്ള ശ്വേതയ്ക്ക് വരയ്ക്കാൻ സാധിച്ചത്? ഷൂ ആകെ മൊത്തം കൺഫ്യൂഷനിലായി. എന്നിട്ട് വണ്ടി നിർത്തി. എവിടെ? ദൊയ്ത്തോന്റെ മൂട്ടിൽ തന്നെ. ഹലോ അംബി. ഹലോ ഹലോ അംബി. ഹലോ അംബി. അംബി അംബി. അങ്ങനെ ദൊയ്ത്തോന്റെ മരത്തിന്റെ ചോട്ടിൽ വണ്ടി നിർത്തിയ ഷൂ കാറിന്റെ ഉള്ളിലിരുന്ന് ഒരു സിഗരറ്റ് വലിക്കുകയാണ്. വേഗം വീട് പിടിക്കാൻ നോക്കാണ്ട് ഇയാള് കാറിലിരുന്ന് പുകയ്ക്കാണ്. സിഗരറ്റ് വലിക്കുകയാണ്. അങ്ങനെ ദൊയ്ത്തോ എന്ന മോൺസ്റ്റർ വരികയാണ്. ഇത്രയൊക്കെ ഉണ്ടായിട്ടും അയാൾ വായത്ത് സിഗരറ്റ് തുപ്പിക്കളയണില്ല. നോക്കിക്കേ. ആ സിഗരറ്റിന്റെ തീ പിടിച്ചിട്ട് ഷൂ അങ്ങനെ ചത്തുപോവാണ്. ഷൂവിന്റെ ഷൂ പോലും കിട്ടിയില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. ഇയാളിപ്പോ എന്തിനാ അങ്ങോട്ട് വന്നത്? ചാവാനോ? അങ്ങനെ ഷൂ പടമായി. ഷൂവിന്റെ അവസാനത്തെ ആഗ്രഹം പോലെ തന്നെ ഗ്രാമത്തിലുള്ള ആ ബംഗ്ലാവ് വിൽക്കാൻ വേണ്ടി ആ പട്ടിക്കാട്ടിലേക്ക് അംബി തന്റെ മകളെയും കൂട്ടി പോവുകയാണ്. പിന്നെ അനുഭവിച്ചോട്ടോ, നിങ്ങളെ ചെയ്തത് വിഡ്ഢിത്തം. ഈ സിനിമയില് കഥയൊക്കെ അങ്ങോട്ട് പറക്കാണ് കേട്ടോ, എവിടെ നിക്കുന്നില്ല. സത്യം പറയാലോ, ഇതൊരു ഹൊറർ പടാന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഒരു സ്ഥലത്തും ഒരു ഹൊററും തോന്നുന്നില്ല. ഈ ഷൂ ഒക്കെ ചാവുന്നത് കാണുമ്പോ ചിറിയാണ് വരുന്നത്. അങ്ങനെ പട്ടിക്കാട്ടിൽ ലാൻഡ് ചെയ്ത ശ്വേത ആ ഗ്രാമത്തിലെ ഒരു പെൺകുട്ടിയുമായി ഫ്രണ്ട്സ് ആവുകയാണ്. ഫ്രണ്ടിന്റെ പേര് ദീപിക. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഈ ദീപിക ഈ ഗ്രാമത്തിലുള്ള പെൺകുട്ടിയല്ലേ, അപ്പൊ അവൾ എന്താണ് ബലി കൊടുക്കാത്തതെന്ന്. അതെന്താന്ന് വെച്ചാ ഇപ്പൊ അങ്ങനെ സീസൺ ഒന്നും അല്ലാത്തോണ്ട് തൽക്കാലത്തേക്ക് വെട്ടലൊക്കെ നിർത്തി വെച്ചിരിക്കുകയാണ്. എന്നും പ്രശ്നങ്ങളാന്നേ. ദീപികയുടെ വീട്ടിൽ ഒരു മുത്തശ്ശനുണ്ട്. ഒരു കിളി പോയ കേസ്. എല്ലാ ഹൊറർ പടത്തിലും ഉണ്ടാവില്ലേ, അവിടേക്ക് പോകരുത്, അവിടെ പ്രേതമുണ്ട്, യക്ഷിയുണ്ട് എന്നൊക്കെ പറയാൻ വരുന്ന ഒരു കിളവൻ. ഈ പടത്തിൽ ആ കിളവൻ ഇയാളാണ്. നീ ഇങ്ങനെ കഞ്ചാവ് വലിച്ചു കയറ്റിട്ട് വന്ന സൂക്കേടാണ് കുട്ടിയെ ഇതൊക്കെ.
മേടിച്ചാ മതിയോ? അങ്ങനെ ദീപിക ദ്വൈത്തോന്റെ മരക്കൂട്ടം കാണിക്കാൻ വേണ്ടി ശ്വേതയെ കൂട്ടിക്കൊണ്ട് പോവുകയാണ്. ഇപ്പൊ അതിന്റെ ആവശ്യമൊന്നുമില്ല, എന്നാലും ഈ കഥ മുന്നോട്ട് പോണ്ടേ. ഇതാരാ? ഏയ്, ഇവര് പെട്ടെന്ന് പോയല്ലോ. നീ നിന്നോ, എനിക്ക് വീട്ടെന്തോ ആവശ്യമുണ്ട്. ഇവരെന്താ ഒളിച്ചു കളിക്കുകയാണോ? അല്ല, എന്താ ഇവരുടെ പ്രശ്നം എന്താ ശരിക്കും? നിങ്ങൾ പോയിട്ട് വിളിക്കും, മാമൻ കണ്ടുപിടിക്കാട്ടാ. 1 2 3. അങ്ങനെ പെട്ടെന്ന് ദീപികയ്ക്ക് പീരീഡ്സ് ആവുകയാണ്. അതുകൊണ്ട് ദീപികയുടെ അമ്മ അവളെ ഒരു മുറിയിലിട്ട് പൂട്ടുകയാണ്. എന്തിനാന്ന് വെച്ചാ നിങ്ങൾ തന്നെ കണ്ടോ. സംശയമൊന്നുമില്ലല്ലോ. സംഭവം എന്താന്ന് വെച്ചാ വെക്നയുടെ ഏട്ടനാണെങ്കിലും ദ്വൈത്തോ വെക്നേക്കാളും പരമ ചെറ്റയാണ്. വെക്ന ആളുകളെ കൊല്ലുള്ളൂ. എന്നാൽ ഈ ദ്വൈത്തോ പീരീഡ്സ് ആയ പെൺകുട്ടികളെ പിടിച്ചുകൊണ്ട് പോയി പ്രഗ്നന്റ് ആക്കാൻ നോക്കുകയാണ്. ഈ ദ്വൈത്തോന്റെ വംശം നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഇത്ര. നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെയുള്ളവരെ പെണ്ണുപിടിയന്മാര് എന്നാണ് പറയാറ്. ഇവരുടെ നാട്ടിൽ ഇവരെ ദ്വൈത്തോ എന്നാണ് പറയണത്. ദ്വൈത്തോ പേര് മാറ്റാൻ ശ്രമിക്കൂട്ടോ, അധോലോകമായിട്ട് വളരുന്നല്ലേ. അങ്ങനെ കാണാതായ ദീപികയെ കണ്ടുപിടിക്കാൻ വേണ്ടി ഈ കഥയിലെ പോലീസ് ഓഫീസർ ജിം ഹോപ്പർ വരികയാണ്. അപ്പണ്ടോ 4 മാസമായിട്ട് ഇവിടുത്തെ പെൺകുട്ടികളൊക്കെ ഇങ്ങനെ മിസ്സിംഗ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇത്രേ. എന്നിട്ട് ഇവിടെയുള്ള ഒരു പൊട്ടന്മാരും പോലീസിനെ ഒന്നും അറിയിക്കുന്നില്ല. എന്താന്ന് വെച്ചാ ഈ ദ്വൈത്തോനെ എല്ലാവർക്കും പേടിയാണ് ഇത്ര. പൊട്ടന്മാര് ഇപ്പൊ തന്നെ അമ്പിയാണ് ഈ പോലീസിനെ വിളിച്ചത്. അങ്ങനെ ഹോപ്പറും അമ്പിയും കൂടി ദീപികയെ തേടി ഇറങ്ങുകയാണ്. സംഭവം സ്ട്രേഞ്ചർ തിങ്സ് എടുത്തു വെച്ച് അതിൽ ഇവരുടേതായ കുറച്ച് മസാലയൊക്കെ ഇവന്മാരങ്ങോട്ട് തേച്ച് പിടിപ്പിച്ചു. അങ്ങനെ വെക്ന ദ്വൈത്തമായി മാറി. ദ്വൈത്തോ തന്റെ പവർ ഉപയോഗിച്ച് ഗ്രാമത്തിലെ പെൺകുട്ടികളൊക്കെ അയാളുടെ കൺട്രോളിലാക്കുകയാണ്. നിങ്ങൾ ഈ സ്ട്രേഞ്ചർ തിങ്സ് സീസൺ 3 കണ്ടിട്ടില്ലേ? അതുപോലെ നിങ്ങൾ കട്ടോ? പക്ഷെ ഇത് കട്ടതാണ് എന്ന് ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ അങ്ങനെ ഓർമ്മിപ്പിക്കരുത്. അങ്ങനെ ദ്വൈത്തോ കൊണ്ടുപോയ കുട്ടികളൊക്കെ തന്നെ തിരിച്ചു വന്നു. പക്ഷെ അവർക്ക് ആർക്കും ഒന്നും ഓർമ്മയില്ല. അവരാരും പ്രഗ്നന്റും അല്ലാട്ടോ. അങ്ങനെ ഒടുവിൽ നമ്മുടെ ശ്വേതയ്ക്കും പീരീഡ്സ് ആവുകയാണ്. അപ്പോഴാണ് മറ്റേ ദീപിക നട്ടപ്പാതിരയ്ക്ക് ശ്വേതയെ കളിക്കാൻ വിളിക്കുന്നത്. കളിക്കാൻ നട്ടപ്പാതിരയ്ക്ക്? അതെ സാർ. ദീപിക രാത്രി വന്ന് വിളിച്ചതും ശ്വേത അവളുടെ കൂടെ ഇറങ്ങിപ്പോയി. അങ്ങനെ ദ്വൈത്തോ തന്റെ ഗേൾസ് ആർമിയെ വെച്ച് നൈസായിട്ട് ശ്വേതയെ അങ്ങോട്ട് പൊക്കി. ഇതൊന്നും അറിയാതെ പാവം അമ്പി ഉറങ്ങുകയാണ്. അപ്പോഴാണ് നമ്മൾ നേരത്തെ കണ്ട ആ ഹൈഡ് ആൻഡ് സീക്ക് കളിച്ച അമ്മൂമ്മ വന്ന് ശ്വേതയെ രക്ഷിക്കുന്നത്. അങ്ങനെ ബംഗ്ലാവും കോപ്പൊന്നും വേണ്ട, ജീവൻ കിട്ടിയാൽ മതിയെന്നും പറഞ്ഞിട്ട് അമ്പി മകളെയും കൂട്ടി നാട് വിടുകയാണ്. പക്ഷേ അവിടെ ഒരു ട്വിസ്റ്റ്. മറ്റേ ഗ്രാമമുഖ്യനില്ലേ, അയാളാണ് ഈ ദ്വൈത്തം. സംഭവം എന്താന്ന് വെച്ചാ നമ്മൾ തുടക്കത്തിൽ കണ്ട ചെറിയ കുട്ടികളെ വെട്ടിക്കൊല്ലുന്ന ആ ചേച്ചിയാണ് ഈ അമ്മൂമ്മ. ദ്വൈത്തോയിൽ നിന്ന് രക്ഷ നേടാൻ ഈ ഗ്രാമത്തിലെ ആളുകൾക്ക് മഹാകാളി അവരുടെ ഒരു വാള് കൊടുത്തു. പക്ഷെ ഇവർ ആ വാള് വെച്ചിട്ട് ദ്വൈത്തോനെ കൊല്ലുന്നതിന് പകരം അവിടെ ജനിക്കുന്ന പെൺകുട്ടികളെയൊക്കെ അങ്ങോട്ട് വെട്ടി അങ്ങോട്ട് കൊന്നു. പെട്ടെന്നൊരു ദിവസമാണ് ഈ ചേച്ചിക്ക് മനസ്സിലാവുന്നത് മഹാകാളി വാള് തന്നത് കുട്ടികളെ കൊല്ലാനല്ല, ദ്വൈത്തോനെ കൊല്ലാനാണെന്ന്. അത് ഇവർക്ക് മനസ്സിലായപ്പോഴേക്കും 1000-ലധികം പെൺകുട്ടികൾ ചത്തു കഴിഞ്ഞു. ഇത്രയും പേരെ വെട്ടിക്കൊന്ന ശേഷമാണ് ഈ സിമ്പിൾ ലോജിക്ക് ഈ തള്ളക്ക് മനസ്സിലാവുന്നത്. അതോടെ ചേച്ചി അറക്കലങ്ങട് അവസാനിപ്പിച്ചു. ഞാൻ ഈ തൊഴിൽ നിർത്തുകയാണ് ഭായി. അങ്ങനെ ആ പണി നമ്മുടെ ഗ്രാമമുഖ്യൻ ഏറ്റെടുത്തു. അങ്ങനെ ഗ്രാമമുഖ്യൻ ദ്വൈത്തോ ആയി മാറി. ഈ കാര്യങ്ങളൊക്കെ ഇവർക്ക് ആദ്യം മുതൽക്കേ അറിയായിരുന്നു. അപ്പോഴൊക്കെ ഇവർ ഒളിച്ചും പാത്ത് നടന്നു. എന്നിട്ട് ഇപ്പൊ എല്ലാം കഴിഞ്ഞപ്പോ ഫ്ലാഷ് ബാക്ക് പറയാൻ വേണ്ടി വന്നിരിക്കുകയാണ്. കാളിപൂജ നടത്തി ഡാൻസ് കളിച്ചാൽ മകളെ രക്ഷിക്കാൻ കാളി നിന്നെ സഹായിക്കും എന്നാണ് ഈ അമ്മൂമ്മ അമ്പിയോട് പറയുന്നത്. അല്ലെങ്കിൽ തന്നെ ഏത് ദൈവമാണ് ഇങ്ങനെയൊക്കെ പറയാ? നീ പോയിട്ടൊരു പൂജ നടത്ത്, എന്നിട്ട് ഡാൻസ് കളിക്ക്, അപ്പൊ നമുക്ക് നിന്റെ മകളെ രക്ഷിക്കാം. മകള് ദ്വൈത്തോന്റെ കയ്യിൽ കടന്ന് പെടയുമ്പോ നമ്മുടെ അമ്പി ഇവിടെ കടന്ന് ബ്രേക്ക് ഡാൻസ് കളിക്കുകയാണ്.
പഠിപ്പ് കൂടുമ്പോഴേ തിരിച്ചറിവില്ലാണ്ടായി പോരുന്നിട്ടാ. ഏയ്, ഈ BGM ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. അച്ഛൻ പറഞ്ഞു ഇതിലും ഭേദം കട്ടപ്പാറയായി കക്കാൻ ഇറങ്ങുന്നതാണെന്ന്. എന്ത് പറ്റി? കാന്താര ഞങ്ങളും കണ്ടിട്ടുണ്ട് എന്ന് പറയാൻ പറഞ്ഞു. ഡാൻസിന്റെ അവസാനം ദൊയ്ത്തോനെ കൊല്ലാൻ വേണ്ടി അമ്പി മഹാകാളിയുടെ വാളും കൊണ്ട് അപ്സൈഡ് ഡൗണിലേക്ക് പോവുകയാണ്. ഇനി ഒരു ഫൈറ്റ്, അമ്പി വേഴ്സസ് ദൊയ്ത്തോ. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? കാളിയെ വിശ്വസിച്ച് കളത്തിലിറങ്ങിയ അമ്പിയെ ദൊയ്ത്തോ പൊറോട്ട മാവ് അടിക്കുന്ന പോലെ അടിക്കുകയാണ്. ചേട്ടാ, ഈ ഭഗവാന്റെ ബാറ്ററി വർക്ക് ചെയ്യുന്നില്ലെന്നാ തോന്നുന്നേ. അങ്ങനെ അമ്പി ചത്തു. എന്തൊക്കെയായിരുന്നു ഒരു ഒളിമ്പിക്സിനുള്ള തയ്യാറെടുപ്പുകളായിരുന്നു, എല്ലാം ചീറ്റിപ്പോയി. പക്ഷെ അമ്പി മഹാകാളിയുടെ ശക്തിയുമായി തിരിച്ചു വരികയാണ്. വെക്നേന്ന് അടിച്ചു മാറ്റിയിട്ട് ഓരോന്ന് ഉണ്ടാക്കി വെച്ചിട്ട് ദൊയ്ത്തോ ആണത്രേ. ഇന്ന് കഥാപ്രസംഗം നടത്താണ്ട് ഒന്ന് കൊല്ലോ. ഇതെന്താ ഇത്, കാട് വെട്ടുന്ന മെഷീനോ? നിന്നെ ഞാനിന്ന് കൊല്ലോടാ കുരുത്തം കെട്ടവന്. അങ്ങനെ അമ്പി ദൊയ്ത്തോയെ കൊന്ന് മകളെ രക്ഷിക്കുകയാണ്. അപ്പോഴാണ് മറ്റേ അമ്മൂമ്മ വന്ന് പറയുന്നത്, നിങ്ങളുടെ മകള് പ്രഗ്നന്റ് ആണ്, ദൊയ്ത്തോ അതിന്റെ ലക്ഷ്യം പൂർത്തിയാക്കിയെന്ന്. സോ അത് നശിപ്പിക്കണമെങ്കിൽ നിങ്ങളുടെ മകളെ നിങ്ങൾ കൊല്ലണം എന്നാണ് ഈ തള്ള പറയുന്നത്. ആദ്യം ഇതിനെ കൊല്ലണം, അപ്പൊ തന്നെ പകുതി പ്രശ്നം തീരും. അങ്ങനെ ഇവരുടെ വാക്ക് കേട്ട് അമ്പി സ്വന്തം മകളുടെ തല വെട്ടാൻ വാളെടുത്ത് വീശുകയാണ്. ആരേലും സ്വന്തം മകളെയൊക്കെ വെട്ടിക്കൊല്ലാൻ നോക്കൂ? നിങ്ങളൊരു അമ്മയാണോ? വേറെന്തെങ്കിലും വഴി ഉണ്ടോന്നൊക്കെയല്ലേ ചിന്തിക്കുള്ളൂ. ഇതിനാണെങ്കിൽ ഇപ്പൊ ഇവരെ രക്ഷിക്കാൻ പോണ്ട കാര്യമില്ലല്ലോ. അപ്പണ്ടോ അമ്മൂമ്മയ്ക്ക് വീണ്ടും ഒരു സംശയം, ഇനിയിപ്പൊ എനിക്ക് തെറ്റിയതാണെങ്കിലോ? അവര് വേഗം ഓടി വന്ന് ശ്വേതന്റെ വയർ ഒന്നുകൂടി പിടിച്ചു നോക്കും. എന്നിട്ട് പറയാണ്, ആ പേടിക്കണ്ട, ദൊയ്ത്തോന്റെ പ്ലാൻ കംപ്ലീറ്റ് ആയിട്ടില്ല എന്ന്. അങ്ങനെ എല്ലാ പ്രശ്നവും തീർന്നു. ഈ പടവും അവസാനിച്ചു. ഈ സിനിമ ഒരു ഷെയ്ത്താൻ എന്ന സിനിമയുമായിട്ട് കണക്ട് ആവുന്നുണ്ട്, ഒരു യൂണിവേഴ്സ് ഒക്കെ പോലെ. അപ്പൊ ഇത് കഴിയുമ്പോ കേമിയോ റോളിൽ മാധവൻ വരുന്നുണ്ട്. ആളുടെ മുഖം പോലും നേരെ കാണിക്കുന്നില്ല. അങ്ങേര് വന്നിട്ട് 2 മിനിറ്റിൽ ഉണ്ടാക്കിയ ഹൊറർ ഫീല് 2 മണിക്കൂറിന്റെ ഈ പടത്തിൽ കൊണ്ടുവരാൻ ഈ ദൊയ്ത്തോയ്ക്കും കൊയ്ത്തു മിഷാനൊന്നും പറ്റിയിട്ടില്ല എന്നതാണ് മറ്റൊരു സത്യം. ഒരു കന്നാസ് പെട്രോൾ കൊണ്ടുവന്ന് അങ്ങോട്ട് ഒഴിച്ച് കൊളുത്തി വിട്ടാ തീരുന്ന പ്രശ്നമുള്ളൂ. ഇതൊക്കെ കുറെ മരവും വള്ളിയും കോപ്പും കാടും പള്ളിയും പറിച്ച് കത്തിച്ചളഞ്ഞാൻ. ഈ ദൊയ്ത്തോനെ ഉദ്ദേശിച്ചാണോ ഈ മരപ്പൊട്ടൻ എന്ന വാക്ക് വന്നത്? ഇനി നിങ്ങൾ രാത്രി മരത്തിന്റെ ചോട്ടിലൊക്കെ മൂത്രമൊഴിക്കാൻ പോകുമ്പോ ഒന്ന് ശ്രദ്ധിക്കുക, ചിലപ്പോ അത് ദൊയ്ത്തോ ആയിരിക്കും. ഞാൻ അച്ഛനായി കാണും. ഈ ദൊയ്ത്തോ മതി, ദൊയ്ത്തോ അത്ര. നമ്മള് പൊട്ടന്മാരല്ലേ, നമ്മൾ സ്ട്രേഞ്ചർ തിങ്സ് ഒന്നും കണ്ടിട്ടില്ലല്ലോ.